ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നോമ്പിനും അതുപോലെ ഈ ഒരു ചൂട് സമയത്തൊക്കെ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. വേനലും അതോടൊപ്പം തന്നെ നോമ്പൊക്കെ ആണല്ലോ, എല്ലാവർക്കും നല്ല രീതിയിൽ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ക്ഷീണമൊക്കെ മാറ്റിയെടുത്ത് നല്ല എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ നമ്മൾ സ്കിൻ ടോണൊക്കെ വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് നമ്മൾ റാഗിപ്പൊടി കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. വളരെ ഈസി ആയിട്ട് വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. ക്ഷീണം മാറ്റാനും അതുപോലെ ശരീരത്തിന് നിറം വർദ്ധിപ്പിക്കാനൊക്കെ ഈ ഒരു ഡ്രിങ്ക് നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മുടെ പുതിയ ചാനലാണ്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാം. റാഗിപ്പൊടിയിലേക്ക് മിക്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തവരൊന്ന് ഫീഡ്ബാക്ക്സ് അറിയിക്കൂ കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഡ്രിങ്കിൽ നമ്മൾ റാഗിപ്പൊടിയോടൊപ്പം തന്നെ കൂവപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. കൂവനൂർ, കൂവപ്പൊടി എന്നൊക്കെ പറയും. നിങ്ങളുടെ ഓരോരുത്തരുടെ നാട്ടിൽ ഏത് രീതിയിലാണ് പറയുന്നതെന്ന് അറിയില്ല. നമ്മളിവിടെ കൂവപ്പൊടി എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പം രണ്ടിൻ്റെയും ആരോഗ്യ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. റാഗി എന്ന് പറയുന്നത് ആരോഗ്യത്തിന് അത്യുത്തമമാണ്. ഇരുമ്പിൻ്റെ ഒരു ഉറവിടം തന്നെയാണ് റാഗി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് മെച്ചപ്പെടുത്താൻ, അതുപോലെ കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ പല രീതിയിൽ നമ്മൾ കുറുക്കുണ്ടാക്കിയിട്ടും അതുപോലെ പത്തിരി രൂപത്തിലും പല വിധേന നമ്മൾ രാഗി കഴിക്കാറുണ്ടല്ലേ. അപ്പം അതത്രയും ശരീരത്തിന് അയണിൻ്റെ അളവായാലും അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ മെച്ചപ്പെടും, മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് നോക്കുന്നവർക്കാണെങ്കിലും റാഗി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫുഡ് ഐറ്റമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കൂവപ്പൊടി, അതായത് നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന കൂവപ്പൊടി, അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ ഒരു ചൂടും നോമ്പും എല്ലാം കൂടാണല്ലോ. അപ്പം ഭൂരിഭാഗം പേർക്കും നമ്മുടെ ഈ ഒരു ക്ഷീണം അതുപോലെ മൂത്രപ്പഴുപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ നമ്മുടെ ഈ ഒരു കൂവപ്പൊടി അത്യുത്തമമാണ് കേട്ടോ. വേനൽക്കാലത്ത് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു നിർബന്ധമായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഐറ്റം കൂടിയാണ് ഈ ഒരു കൂവപ്പൊടി എന്ന് പറയുന്നത്. ഒരുപാട് വൈറ്റമിൻസിൻ്റെ ഒരു കലവറയാണ്. അതുപോലെ നമ്മുടെ ഹൃദയാരോഗ്യത്തിനും മൂത്രാശയ രോഗങ്ങൾക്കൊക്കെ നമ്മൾ ഈ ഒരു കൂവപ്പൊടി വളരെ ഫലപ്രദമാണ് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ 100% ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. റാഗിപ്പൊടിയോ അല്ലെങ്കിൽ കൂവപ്പൊടിയോ ഒക്കെ താല്പര്യമില്ലാത്തവരാണെങ്കിൽ കൂടിയിട്ട് വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് ഒരു ഡ്രിങ്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 3 സ്പൂണ് റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. റാഗി വാങ്ങിയിട്ട് ഉണക്കി പൊടിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്കിത് ഷോപ്പുകളിലും അവൈലബിൾ ആണ്, പാക്ക് പൊടികൾ ലഭിക്കും. നമ്മളിവിടെ 3 സ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂടുതൽ അളവെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ 3 സ്പൂൺ റാഗിപ്പൊടിയിലേക്ക് നമ്മൾ നെക്സ്റ്റ് ചേർക്കുന്നത് ഇതാണ്, നമ്മൾ കൂവപ്പൊടി, വൈറ്റ് കളറിലുള്ള കൂവപ്പൊടി 2 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതും നിങ്ങളിഷ്ടം പോലെ കൂടുതലോ കുറച്ചോ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു 3 സ്പൂൺ റാഗിയിലേക്ക് 2 സ്പൂണാണ്. ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കട്ടയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. കൂവപ്പൊടിയൊക്കെ പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്താലാണ് നമുക്കിതുപോലെ തന്നെ ലഭിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ മിക്സാക്കി വെച്ചിട്ടുള്ള നമ്മുടെ റാഗി മിക്സ് ഒന്ന് വേവിച്ച് കുറുക്കിയെടുക്കണം. അതിനുവേണ്ടി ഗ്യാസിൽ നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം ചൂടായതിനു ശേഷം ആ ഒരു വെള്ളത്തിലോട്ട് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ഈ ഒരു റാഗി മിക്സ് ഉണ്ടല്ലോ, റാഗി കൂവപ്പൊടി മിക്സ്, ഇത് ആ ഒരു വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ നമുക്ക് കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതില്ലാതിരിക്കാൻ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മിക്സ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, കൈയെടുക്കാതെ ഇളക്കുക, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ
വെന്ത് ഒന്ന് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗവും ഒരേ രീതിയിൽ തന്നെ ഇതുപോലെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് നല്ല രീതിയിൽ വെന്ത് കിട്ടും. വെന്ത് നല്ല കുറുക്കായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. നല്ല വെള്ളമൊക്കെ വറ്റിയിട്ട് പൊടിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാ നമുക്കിതുപോലെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അതുപോലെ തിക്കായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ ഒരു കുറുക്ക് ചൂട് ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇതാ ഇതുപോലെ നല്ല രീതിയിൽ തിക്കായിട്ടായിരിക്കും നമ്മളെ ഒരു റാഗി മിക്സ് വന്നിട്ടുണ്ടാവുക കേട്ടോ. ഈ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ റാഗി മിക്സിലോട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു 6 ബദാം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബദാമാണ് നമ്മളെ കയ്യിലുള്ളത്, അതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഈത്തപ്പഴമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു 5 ഈത്തപ്പഴം കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. മധുരത്തിന് നിങ്ങൾക്ക് ആവശ്യാനുസരം ശർക്കര വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മളതിൽ ഷുഗറൊന്നും യൂസ് ചെയ്യുന്നില്ല. സോ ഈത്തപ്പഴമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ശർക്കര യൂസ് ചെയ്യേണ്ടവർക്ക് ശർക്കര യൂസ് ചെയ്യാം. ഇത് ഈ ഒരു 5 ഈത്തപ്പഴം എന്നുള്ളത് നമ്മൾ ഈ ഒരു മിക്സിലേക്കുള്ള കണക്കാണ്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ട് നമുക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റി യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒരു ക്യാരറ്റ് തൊലി കളഞ്ഞ്, അപ്പോൾ ഈ ഒരു ക്യാരറ്റ് നമ്മൾ ഡ്രിങ്കിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യ ഗുണങ്ങൾക്കും അതുപോലെ തന്നെ നിറം വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കും കേട്ടോ. ക്യാരറ്റിന് പകരം നിങ്ങൾക്ക് ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഒരുപാട് ക്യാരറ്റ് ആയാലും ബീട്രൂട്ട് ആയാലും ഒരുപാട് ഓവർ ആവാൻ പാടില്ല. നമ്മളത് ചെറിയ സ്ലൈസ് ആക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അരക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പുഴുങ്ങേണ്ട ആവശ്യമില്ല, നമുക്ക് പച്ചക്ക് തന്നെ അടിച്ചെടുക്കാവുന്നതാണ്. കട്ടിയില്ലാതെ അരച്ച് കഴിഞ്ഞാൽ വളരെ ഫൈനായിട്ട് തന്നെ തിന്നായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടും കേട്ടോ. ക്യാരറ്റ് സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പക്ഷേ നമ്മൾ ഈ ഒരു ഹെൽത്തി ഡ്രിങ്കിൽ അത്രയും പ്രാധാന്യമുള്ളതാണ് ഈ ഒരു ക്യാരറ്റ്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള റാഗി കൂവപ്പൊടി മിക്സ് ഉണ്ടല്ലോ, അത് ചൂടാറിയിട്ടുണ്ടാവും. അത് കുറച്ചായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഇതിലോട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് സ്ലൈസായിട്ട് അരിഞ്ഞതും ബദാം കുതിർത്തതും അതുപോലെ ആ ഒരു ഈത്തപ്പഴം കുരു കളഞ്ഞതും മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റും സ്മെല്ലിനും വേണ്ടിയിട്ടൊരു 2 ഏലക്കായ കൂടെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇനി നമ്മൾ ഇതിലോട്ടൊരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് പാലിന് പകരം തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നത്. പാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചതായിരുന്നു. നിങ്ങളുടെ ഇഷ്ടം പോലെ പാലോ തേങ്ങാപ്പാലോ യൂസ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നമുക്ക് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു മിക്സിയുടെ ജാർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഏലക്കായുടെയും അതുപോലെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതും ഉണ്ടാവാം. അടിപൊളി സ്മെല്ലാണ് നമുക്ക് വരുന്നത്. അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. നമ്മളിതിൽ കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ ബദാമൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ആ ഒരു ജ്യൂസിൽ കാണുന്നത് കേട്ടോ. നമ്മൾ അരിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താണ്. ഇതുപോലെ നല്ലൊരു കളറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ റാഗിപ്പൊടിയോ അല്ലെങ്കിൽ കൂവപ്പൊടിയൊക്കെ താല്പര്യമില്ലാത്തവർക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വേനൽക്കാലത്ത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ക്ഷീണം പമ്പ കിടക്കുന്ന ഒരു അടിപൊളി ഡ്രിങ്കും കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തവർ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നമ്മളെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്കിതുപോലുള്ള ഒരുപാട് ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. താങ്ക്